കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ധനമന്ത്രി തോമസ് ഐസക്. സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. UDF സർക്കാർ ചെലവാക്കിയതെല്ലാം ബജറ്റിന് പുറത്തെ ചെലവുകളാണെന്നും ധനമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് എന്ന് തന്നെയാണ് LDFന്റെ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് പ്രതികരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പുറത്ത് കാണാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് പൂർണ്ണമായും ഒഴിവാക്കി പൂർവ്വ ധനസ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യം. ഇതിനായി വൻകിട മൂലധന നിക്ഷേപം സാധ്യമാക്കുക, അത് ഏത് രീതിയിൽ സാധ്യമാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി സംസ്ഥാനം നേരിടുന്നത്. UDF സർക്കാർ ചെലവുകളെല്ലാം ദൈനംദിന ചെലവുകളാക്കിയതാണ് ഇത്രയും വലിയ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉടലെടുക്കാൻ കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ ബജറ്റിൽ പറഞ്ഞതിന് പുറത്തായിരുന്നു ചെലവുകളെല്ലാം. ബജറ്റിൽ പറഞ്ഞ പദ്ധതികൾക്കായി ചെലവഴിച്ചത് വളരെ തുച്ഛമായ തുകകൾ മാത്രമാണ്. അതിന് പുറത്തുള്ള ചെലവുകളായിരുന്നു UDF സർക്കാരിന്റെ അധികവും. ഇത് നിയമസഭ പാസാക്കിയ പദ്ധതികളിൽ 50% പോലും ചെലവഴിക്കാനായി UDF സർക്കാരിന് സാധിച്ചിരുന്നില്ല. ഇത് തന്നെയാണ് പ്രതിസന്ധി ഇത്രമേൽ രൂക്ഷമാക്കാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആദ്യം സമഗ്രമായി ഇതിലെല്ലാം ഒരു പരിശോധന നടത്തുന്നതായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ എന്ത് സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളുക. ഏത് വിധേനയും സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വയ്ക്കുന്ന ഒരു നിലപാടല്ല LDF സർക്കാരിന്റേതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളം 13ാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആസൂത്രണ ബോർഡ് സംസ്ഥാനത്ത് ഉണ്ടാകും. ജനകീയ ആസൂത്രണത്തിന്റെ 2ാം പതിപ്പ് വേണം എന്നുള്ളത് തന്നെയാണ് LDF സർക്കാരിന്റെ ഒരു നിലപാട്. ഇതിനായി വികേന്ദ്രീകൃത ആസൂത്രണം ഭേദഗതിയോടെ നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ലോട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനത്തിന്റേതായ അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ലോട്ടറിയുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാമി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.